ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വീഡിയോകളിലൊക്കെ എപ്പോഴും ആവശ്യമുള്ള, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീഡിയോകളാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, എന്താണെന്നല്ലേ, ബിസ്ക്കറ്റ്. അപ്പോൾ ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു 3/4 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളുടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. തേങ്ങ നന്നായിട്ട് കൊത്തിയെടുത്തിട്ട് അതിൻ്റെ ബ്രൗൺ സ്കിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അതിനുശേഷം നന്നായിട്ട് വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ പാലും 2 ടീസ്പൂൺ പഞ്ചസാര മിക്സിയിൽ ഞാൻ പൊടിച്ചെടുത്തതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. ഈ പാലിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. ഇതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഈ പാൽ ഉപയോഗിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് അത് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. പാക്കറ്റ് പൊടിയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിനുള്ള പോലെ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഈ മാവ് ഫുൾ കുഴച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കണം നമുക്ക്. അത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 2 ചപ്പാത്തിയുടെ കട്ടിയിൽ പരത്തണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് കട്ടി കൂടി പോകാനും പാടില്ല. കൂടിപ്പോയാൽ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാകും. ഇനി ഇതൊരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു അടുപ്പെടുത്ത് ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. അതൊരു ഡെക്കറേഷൻ എന്നുള്ളൊരു മോഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് റെഡിയായി കിട്ടും. എണ്ണയിലിട്ടാണ് വറുക്കുന്നതെങ്കിലും ഈ ബിസ്ക്കറ്റിൽ ഒട്ടും തന്നെ എണ്ണ പിടിക്കില്ല. ബിസ്ക്കറ്റിൻ്റെ ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണിത്. നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.